നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് ഒരു മനുഷ്യന് തൻ്റെ ജീവിതം, ചിന്ത, വികാരം, തീരുമാനങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിൽ സ്വയം തീരുമാനിക്കുള്ള അവകാശമാണ്. ഒരാൾക്ക് തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയാണത്. ചിന്തിക്കാൻ, പറയാൻ, വിശ്വസിക്കാൻ, ജോലി തിരഞ്ഞെടുക്കാൻ, ബന്ധം സ്ഥാപിക്കാൻ, സഞ്ചരിക്കാൻ ഇവയൊക്കെ ചെയ്യാനുള്ള അവകാശം കൂടിയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഒരാൾക്ക് സ്വന്തം ചിന്തകളും ആശയങ്ങളും സ്വീകരിക്കാനും പ്രകടിപ്പിക്കാനും ഉള്ള കഴിവ് ഉണ്ടാവണം. ഭയമില്ലാതെ തൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സംസാര സ്വാതന്ത്ര്യവും ലഭ്യമാകണം. ജീവിത തീരുമാനങ്ങളിലുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം, ജീവിതശൈലി എന്നിവ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകണം. മത ആചാരങ്ങളിലുള്ള സ്വാതന്ത്ര്യം, താൻ വിശ്വസിക്കുന്ന മതവും ആചാരങ്ങളും പാലിക്കാനോ പാലിക്കാതിരിക്കാനോ ഉള്ള അവകാശം ഉണ്ടാകണം. എവിടെയെങ്കിലും പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം വേണം. ജോലി ചെയ്യാൻ, സ്വപ്നങ്ങൾ പിന്തുടരാൻ, ഇങ്ങനെയുള്ള പ്രവൃത്തികളിലുള്ള സ്വാതന്ത്ര്യവും ലഭ്യമാകണം. എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യം അതിരില്ലാത്തത് അല്ല. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ബാധിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ അതിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ മാത്രമേ അത് ഉപയോഗിക്കാവൂ. ഉദാഹരണം, ഒരാൾക്ക് സംഗീതം കേൾക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതിനെ വലിയ ശബ്ദത്തിൽ മുഴക്കുന്നത് മറ്റുള്ളവരുടെ സമാധാനം കളയുന്നുവെങ്കിൽ അത് സ്വാതന്ത്ര്യ ദുരുപയോഗം ആകുന്നു. ഇതിന് വ്യക്തി ജീവിതത്തിലെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ആത്മാഭിമാനം വളരുന്നതായിട്ട് കാണാം. സൃഷ്ടിപരമായ കഴിവുകളും വളരുന്നു. ഉത്തരവാദിത്വമുള്ള വ്യക്തിത്വം രൂപപ്പെടും. സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്നാൽ എനിക്ക് അനുയോജ്യമായി ജീവിക്കും, പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ ജീവിതത്തെ ബാധിക്കരുത് എന്ന് കരുതേണ്ട ഒരവസ്ഥ കൂടിയാണ്. വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ടാകുന്നു. സ്വാതന്ത്ര്യമില്ലാതാവുമ്പോൾ വ്യക്തി തൻ്റെ തീരുമാനങ്ങളിൽ വിശ്വസിക്കാൻ കഴിവില്ലെന്ന് ബോധ്യം തോന്നുന്നു. എല്ലാറ്റിനും മറ്റുള്ളവരുടെ അനുമതിക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. വ്യക്തി തൻ്റെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, സ്വതന്ത്ര ചിന്തകൾ എന്നിവ ഉപയോഗിക്കാതിരിക്കും. ഇത് നിരാശ, വിഷാദം പോലെയുള്ള മനോവൈകല്യങ്ങൾക്ക് ഇടയാകും. സൃഷ്ടിപരമായ ശേഷിയുടെ കുറവ് ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനും തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കാനുമുള്ള കഴിവ് മുടങ്ങുന്നു. സാമൂഹിക ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വ്യക്തി നിർബന്ധിതമായി മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ബന്ധങ്ങൾ ഭ്രാന്തായി മാറുന്നു. ആശയവിനിമയം കുറഞ്ഞുപോയി സംഘർഷങ്ങൾക്കിടയാക്കുന്നു. ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് പോകാൻ തടസ്സം നേരിടുന്നു. സ്വാതന്ത്ര്യമില്ലാത്തപ്പോൾ വ്യക്തി തൻ്റെ സ്വപ്നങ്ങൾ പിന്തുടരാൻ കഴിയാതെ ജീവിതം ശൂന്യമായി എന്ന തോന്നൽ ഉണ്ടാകുന്നു. ആന്തരിക സമ്മർദ്ദം ഉടലെടുക്കുന്നു. ഒരുപാട് നിയന്ത്രണങ്ങൾ നേരിടുമ്പോൾ മനസ്സ് ചിന്താപ്രവാഹം നഷ്ടപ്പെടുകയും ഭയം, അസ്വസ്ഥത, കോപം എന്നിവ വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ വ്യക്തിയുടെ ആത്മാവ്, മനസ്സ്, സാമൂഹിക ബന്ധങ്ങൾ, ജീവിത സംതൃപ്തി എല്ലാം ബാധിക്കപ്പെടുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് വ്യക്തിയുടെ മനസ്സിനും ജീവിതത്തിനും ശക്തമായ പ്രതിബന്ധമായി മാറുന്നു. വ്യക്തി സ്വാതന്ത്ര്യം പല രീതിയിൽ നഷ്ടപ്പെടാം. ചിലത് ബാഹ്യ കാരണങ്ങളാൽ മറ്റുള്ളവരാൽ ഉണ്ടാകുകയും ചിലത് ആന്തരികമായി തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നു. സമൂഹം, ഭരണകൂടം, നിയമം, ചിലപ്പോൾ സർക്കാർ, സമൂഹത്തിലെ കക്ഷികൾ, ആചാരങ്ങൾ, ന്യായവ്യവസ്ഥകൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുകയും അത് മിതീകരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം, വിവേചനപരമായ നിയമങ്ങൾ, അന്യായമായ നിയന്ത്രണങ്ങൾ, സാമൂഹിക നിർബന്ധങ്ങൾ, കുടുംബം, സുഹൃത്തുക്കൾ, ജോലി, സാമ്പത്തിക സാഹചര്യങ്ങൾ മുതലായവ നിയന്ത്രണമായി പ്രവർത്തിക്കുമ്പോൾ വ്യക്തി സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്നു. പലപ്പോഴും വ്യക്തിയുടെ ഭയം, അനിഷ്ടം, അനിശ്ചിതത്വം, താല്പര്യമില്ലായ്മ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. സ്വയം നിർബന്ധിതമായും സ്വാതന്ത്ര്യം വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ ഇത് സ്വാതന്ത്ര്യം നഷ്ടമായി സംഭവിക്കുന്നു. അതിനാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ഒരാളുടെ ജീവിതത്തിൽ ബാഹ്യശക്തികളും ആഭ്യന്തര മനോഭാവങ്ങളും ചേർന്ന് സംഭവിക്കുന്ന ഒരു ഘടകമായി മാറുന്നു. സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത് ഒരു ബാഹ്യ ആന്തരിക സമന്വയ പ്രക്രിയയാണ്. സ്വയം ബോധവാനാകുകയും മറ്റുള്ളവരുടെ അനാവശ്യ നിയന്ത്രണങ്ങൾ തിരിച്ചറിയുകയും
ധൈര്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ പല സന്ദർഭങ്ങളിലും ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചിന്തകളൊക്കെ നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.